ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ASB അക്കാഡമി. എല്ലാവർക്കും ASB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഓൾറെഡി നമ്മുടെ VFA അല്ലെ, വില്ലേജ് ബിൽഡേഴ്സിന്റെ നോട്ടിഫിക്കേഷനും മറ്റും കാര്യങ്ങളും വരുന്നതായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും എല്ലാം ലാസ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ എല്ലാവർക്കും വരുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, നിങ്ങളിൽ പലർക്കും അറിയാവുന്ന പോലെ തന്നെ VFA എന്ന് പറയുന്നത് എന്തല്ല, ഒരു സ്റ്റേറ്റ് വൈഡ് പോസ്റ്റ് അല്ല അല്ലെ. VFA എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് വൈഡ് പോസ്റ്റ് അല്ല. നമുക്ക് ജില്ലാലകളിലാണ് വേക്കൻസീസ് എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് വൈസ് ആണ് പോസ്റ്റ് ചെയ്യുന്നത്. അതും ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസിൽ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങളും എന്ത് ചെയ്യാറുണ്ട്, ഉണ്ടാകാറുണ്ട് അല്ലെ. നല്ല രീതിയിലുള്ള ഡിഫറൻസസ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ഓഫ് അനലൈസ് ചെയ്യുന്ന ടൈമിൽ ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കട്ട് ഓഫ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. സോ VFAയുടെ ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അപ്കമിംഗ് വീഡിയോസിൽ നമ്മൾ ഈ പറയുന്ന പോലെ അഡ്വൈസ് സ്റ്റേറ്റസ് എല്ലാം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് VFAയുടെ ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫ് എത്രയാണെന്നുള്ളതാണ് ഇത്തവണ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെ. സോ ഓൾറെഡി നിങ്ങൾ പലരും അറിഞ്ഞു കാണും, ഈ വരുന്ന December 15 അല്ലെ, December 15 നമുക്ക് ഈ പറയുന്ന പോലെ എന്ത് വരാനായിട്ട് പോകുന്നത്, VFAയുടെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത്. അറിയാലോ, VFA വരുന്നുണ്ട്, അതുപോലെ തന്നെ CPO വരുന്നുണ്ട്. ഇതെല്ലാം December 15 വരാൻ പോണ ഏകദേശം 66 പോസ്റ്റുകളിലേക്കാണ്. ഏകദേശം 66 പോസ്റ്റുകളിലേക്കാണ് ഈ പറഞ്ഞ December 15 നമുക്ക് എന്ത് വരാൻ പോകുന്നത്, നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം ആണ് VFA എന്ന് പറയുന്നത്. അപ്പോൾ VFAയുടെ എക്സാം എന്നതേ വരും, റാങ്ക് ലിസ്റ്റ് എന്ന് വരും എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് 2021 2021 നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് 2023 ഡിസംബറിലാണ്. 2023 ഡിസംബറിലാണ്. അതുകൊണ്ട് തന്നെ അറിയാലോ, 3 വർഷമാണ് കാലാവധി. ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷ കാലാവധിയാണ്. സോ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യണം, 2026 അവസാനമോ, അതായത് December to 2027 ഫെബ്രുവരി 26 അവസാനം അല്ലെങ്കിൽ 27 ആദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് വരണം, നെക്സ്റ്റ് VFAയുടെ ലിസ്റ്റ് വരണം അല്ലെ, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. സോ നെക്സ്റ്റ് ഇയറിൽ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമുകളിൽ ഒന്ന് തന്നെയാണ് ഇതെന്ന് പറയുന്നത്, VFA എന്ന് പറയുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു സംശയം, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, 10th ലെവലാണ്. ഓക്കെ, 10th ലെവലാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ 10th ലെവൽ ആകുമ്പോൾ ഗ്രാജുവേറ്റ്സിന്, ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടായിരിക്കും. പറ്റും. ഓക്കെ, VFAയുടെ എക്സാം 10th ലെവലാണ് ക്വാളിഫിക്കേഷൻ എന്നുണ്ടെങ്കിലും ഡിഗ്രി ഹോൾഡേഴ്സിനും എന്ത് ചെയ്യാനായിട്ട് പറ്റും, എക്സാം എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ആയിട്ട് നമ്മൾ എന്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്, VFAയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതെന്താണ്, ഒരു ഡിസ്ട്രിക്ട് വൈഡ് പോസ്റ്റ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റ് ആണ്. ജില്ലാതലത്തിലാണ് എന്ത് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്, വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫ് വരും. 14 ജില്ലകളിലേക്ക് നമുക്ക് 14 ലിസ്റ്റും വരും. അതിലേക്ക് ഡിസ്ട്രിക്ട് വൈസ് എന്താണ്, ഓരോരോ കട്ട് ഓഫും വരും. സോ ലാസ്റ്റ് ഇയറിലെ, അതായത് നമുക്ക് 2022 നടന്ന ആ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് ആണ് ഈ ഒരു വീഡിയോയിൽ അല്ലെ. അപ്പൊ അത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇത്തവണത്തെ വേക്കൻസീസോ കാര്യങ്ങളോ ഒന്നും നിലവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ഒന്നും ഡീറ്റെയിൽഡ് നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും ഏകദേശം ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് എത്രയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത്, നമുക്ക് വളരെയധികം എന്ത് ചെയ്യും, ഗുണം ചെയ്യും. ഓക്കെ, അപ്പൊ കട്ട് ഓഫിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്കറിയാം, VFA എന്ന് പറയുന്നത് നമുക്ക് കമ്പനി ബോർഡ് പോലെ മറ്റു പോസ്റ്റുകൾ പോലെ ഒരുപാട് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് വരുന്ന ഒരു പോസ്റ്റ് ആണോ നമുക്ക് VFA എന്ന് പറയുന്നത്? അല്ല, നമുക്ക് ഈ പറയുന്നതല്ലേ. പക്ഷെ ജോലിയുടെ സ്വഭാവം കൊണ്ട് അല്ലെ, നല്ലൊരു ജോലി ആയതുകൊണ്ടും ഡിഗ്രി ഹോൾഡേഴ്സിന് പറ്റുന്നതായതുകൊണ്ടും തന്നെ 10th ലെവൽ ക്വാളിഫിക്കേഷനും ഡിഗ്രി ഹോൾഡേഴ്സിന് പറ്റുന്നതായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യുന്ന ഒരു പോസ്റ്റ് ആണ് എന്ന് പറയുന്നത്, VFA എന്ന് പറയുന്നത്. എങ്കിലും അറിയാലോ, നമ്മൾ ഈ പറഞ്ഞ വൈഡ് റേഞ്ച് ഓഫ് വേക്കൻസീസോ കാര്യങ്ങളോ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പേര് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ്. ആപ്ലിക്കൻസിന്റെ എണ്ണം അത്യാവശ്യം കൂടുതലുള്ള ഒരു എക്സാം തന്നെയാണ് ഇതെന്ന് പറയുന്നത്, VFA എന്ന് പറയുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് പലരും ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജോലിയുടെ സ്വഭാവം തന്നെയാണ്. ജോലിയുടെ സ്വഭാവം, അവിടുത്തെ പ്രൊമോഷൻ സാധ്യതകളും ഒക്കെ തന്നെയാണ് VFA പലരും ഓപ്റ്റ് ചെയ്യാനായിട്ട് ഒരു റീസൺ ആകുന്നത് അല്ലെ. അപ്പൊ ഈ രീതിയിൽ ഒരുപാട് ആപ്ലിക്കൻസ് വരുന്നുണ്ടുള്ളത് തന്നെ വേക്കൻസിയിൽ ചെറിയൊരു ലിമിറ്റേഷൻ, തീരെ കുറവാണെന്നല്ല എങ്കിൽ പോലും ഭയങ്കര വൈഡ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കട്ട് ഓഫ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, കുറച്ചധികം കൂടേണ്ടി വരും അല്ലെ, കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു, ഈ ഹൈ കട്ട് ഓഫ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞാണ്, നിങ്ങൾ കമ്പനി ബോർഡ് LGSന്റെ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടു കാണും. കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെ 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 കൂടുതലാണ്. ഏതിന്റെ കേസിൽ, കമ്പനി ബോർഡ് LGSന്റെ കേസിൽ അല്ലെ. അതുപോലെയുള്ളൂ, കട്ട് ഓഫ് കൂടുതലാണെന്നുണ്ടെങ്കിലും എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്ന ഏതൊരാൾക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഈ വന്നിരിക്കുന്ന കട്ട് ഓഫ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടുതലും വേക്കൻസീസ് ലിമിറ്റഡ് ആകുന്നത് കൊണ്ടുമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ കട്ട് ഓഫ് ഇത്ര കൂടി വരുന്നത് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് നല്ല രീതിയിൽ എഫേർട്ട് എടുത്താൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് തന്നെയാണ് ഇത്രയും വലിയ മാർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഉറപ്പായിട്ടും നമ്മൾ സ്ട്രക്ചർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ കട്ട് ഓഫിലേക്ക് നമുക്ക് ഉറപ്പായിട്ടും എത്തിച്ചേരാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിരിക്കുന്ന ജില്ലകളിൽ ഒന്നെന്ന് പറയുന്നത് ഏത് തന്നെയാണ്, ട്രിവാൻഡ്രം തന്നെയാണ്. ട്രിവാൻഡ്രത്തിൽ 82.65 ആണ് ട്രിവാൻഡ്രത്തിലെ ജില്ലയിലെ VFAയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്, പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. പിന്നീട് ആര് വരുന്നുണ്ട്, കൊല്ലം വരുന്നുണ്ട് അല്ലെ. കൊല്ലത്ത്
79.05 ആണ് കൊല്ലത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. സോ അറിയാലോ, ട്രിവാൻഡ്രം കൊല്ലമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, കട്ട് ഓഫ് കൂടും. ആപ്ലിക്കൻസിന്റെയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും എല്ലാം എണ്ണം കൂടുതലാണ്. ട്രിവാൻഡ്രം കൊല്ലമൊക്കെ കട്ട് ഓഫ് കൂടുതലാണ്. ദെൻ ആലപ്പുഴ വരുമ്പോൾ അവിടെയും 75 റേഞ്ചിൽ വരുന്നുണ്ട്. 74.9 ആണ് ഏകദേശം ആലപ്പുഴ ജില്ലയിലെ കട്ട് ഓഫ് ലാസ്റ്റ് ഇയറിലെ എന്ന് പറയുന്നത് അല്ലെ. പത്തനംതിട്ടയിൽ കമ്പാരിറ്റീവ്ലി നല്ല കുറവാണ്. പക്ഷെ അറിഞ്ഞിരിക്കുക, കുറയുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വേക്കൻസീസിന്റെ എണ്ണത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാകും, കുറയും. പത്തനംതിട്ട വരുമ്പോഴത്തേക്ക് വേക്കൻസീസ് എന്തെങ്കിലും കുറവുണ്ടെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാം കേട്ടോ. സോ ഇവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 69.82 ആണ് പത്തനംതിട്ടയുടെ കേസിൽ എന്തെന്ന് പറയുന്നത് കട്ട് ഓഫ് എന്ന് പറയുന്നത് അല്ലെ. കോട്ടയം വരുമ്പോൾ വീണ്ടും 70 സംതിങ് വരുന്നുണ്ട്, 70 പോയിന്റ് വരുന്നുണ്ട് എവിടെ, കോട്ടയത്തേക്ക് വരുമ്പോൾ. വീണ്ടും എറണാകുളവും ഇടുക്കിയും എന്താണ്, കട്ട് ഓഫ് കൂടുതലാണ്. അവിടെ രണ്ടിടത്തും 79.7 റേഞ്ചിൽ എവിടെ വരുന്നുണ്ട്, ഈ പറയുന്ന പോലെ എറണാകുളം ഇടുക്കി ജില്ലകളിൽ വരുന്നുണ്ട് അല്ലെ. സോ ഇതൊക്കെ ഈ പറഞ്ഞ അത്യാവശ്യമല്ല. ട്രിവാൻഡ്രം കൊല്ലം തന്നെയാണ് നിലവിൽ നോക്കുമ്പോൾ എന്ത്, ട്രിവാൻഡ്രം കൊല്ലം ഇതുപോലെ എറണാകുളം ഇടുക്കി ഒക്കെ എന്താണ്, കട്ട് ഓഫ് അത്യാവശ്യം കൂടുതലുള്ള ജില്ലകൾ തന്നെയാണ്. വേക്കൻസീസിന്റെ എണ്ണത്തിലും ആ ഒരു വ്യത്യാസം ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. നെക്സ്റ്റ് തൃശ്ശൂർ വരുമ്പോൾ അത്യാവശ്യം കട്ട് ഓഫ് 79.4302 ആണ്. പാലക്കാട് വരുമ്പോൾ എത്രയാണ്, 78.7355 ആണ് വരുന്നത്. മലപ്പുറം വരുമ്പോൾ 79 പോയിന്റ് വരുന്നുണ്ട് അല്ലെ കട്ട് ഓഫ്. മലപ്പുറം വരുമ്പോൾ 79 പോയിന്റ് ആണ്. പിന്നീട് അറിയാലോ ഓട്ടോമാറ്റിക് ആയിട്ട് എവിടെയായിരിക്കും കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന, ഒന്ന് കോഴിക്കോട് തന്നെയാണ് അല്ലെ. കോഴിക്കോട് വരുമ്പോൾ വീണ്ടും 81 അബോ എവിടെ വരുന്നുണ്ട്, കോഴിക്കോട് നിങ്ങൾക്ക് കട്ട് ഓഫ് വരുന്നുണ്ട്. ബാക്കി വയനാട് അറിയാലോ കുറവാണ്, 64.67 ആണ്. കണ്ണൂരിൽ 79.97 ആണ് കട്ട് ഓഫ് വരുന്നത്. ആൻഡ് ഫൈനലി കാസർഗോഡ് വരുമ്പോൾ 70 റേഞ്ചിലേ നിങ്ങൾക്ക് എന്ത് വരുന്നുള്ളൂ, കട്ട് ഓഫ് വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എന്തിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞില്ല ആപ്ലിക്കൻസിന്റെ എണ്ണവും അവിടെ വരുന്ന വേക്കൻസീസിന്റെ എണ്ണവും എല്ലാം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഈ പറയുന്ന VFAയുടെ കട്ട് ഓഫിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആണോ, ഓക്കെ അല്ലേ. അപ്പൊ ഈ ഒരു റേഞ്ചിലാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഇയറിൽ എന്ത് വന്നിരിക്കുന്നത്, VFAയുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ സെയിം കട്ട് ഓഫ് തന്നെയാണോ വരാൻ ചാൻസ് എന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം വേക്കൻസീസ് എന്ത് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ വന്നില്ല എങ്കിൽ പോലും ഈ ഒരു എക്സ്പെക്ടഡ് റേഞ്ച് വെച്ച് തന്നെ ആവണം നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. കാരണം ഞാൻ പറയുന്നു ഡിസ്ട്രിക്ട് വൈസ് പാറ്റേൺ ഏകദേശം ഇത് തന്നെ ആയിരിക്കും നെക്സ്റ്റ് ഇയറിൽ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇത്തവണ കൂടുതൽ വന്നിരിക്കുന്നിടത്ത് തന്നെ കൂടുതൽ വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. കാരണം വേക്കൻസീസ് കൂടുതലായിട്ട് വരാൻ പോകുന്ന ഇപ്പൊ ഈ കട്ട് ഓഫ് കൂടുതൽ നമ്മൾ പറഞ്ഞ ഈ ജില്ലകളുണ്ടല്ലോ, ഇവിടെ തന്നെ ആയിരിക്കും നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് എന്ത് കൂടാനായിട്ട് പോവുക, വേക്കൻസീസ് കൂടാനായിട്ട് പോവുക. സോ അവിടെ ഈ വരുമ്പോഴത്തേക്ക് കമ്പാരിറ്റീവ്ലി മറ്റു ജില്ലകളെക്കാൾ കൂടുതൽ കട്ട് ഓഫ് നമ്മൾ ഈ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ചില ജില്ലകളിൽ മാത്രം എന്ത് ചെയ്യും, വരികയും ചെയ്യും. പക്ഷെ നിങ്ങളുടെ ചാൻസിനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. കട്ട് ഓഫ് കൂടുക മീൻസ് അതിനനുസരിച്ചുള്ള വേക്കൻസീസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. തീരെ കുറവല്ലാത്ത രീതിയിൽ വേക്കൻസീസ് കൂടുമ്പോൾ അത്രയും നിങ്ങളുടെ ചാൻസ് കൂടുകയാണല്ലേ. സോ കട്ട് ഓഫ് നിങ്ങൾ ഒരു ഇഷ്യൂ ആയിട്ട് എടുക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫിക്കൽട്ടി ലെവലെ ഈ ഒരു എക്സാമിന് എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ. സോ ഈ ഒരു കട്ട് ഓഫ് നമ്മുടെ മൈൻഡിൽ വെച്ചിട്ട് വേണം അത്ര എളുപ്പത്തിൽ നമുക്ക് കിട്ടാൻ പറ്റും. നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ലക്ക് കൊണ്ട് മാത്രം കിട്ടുന്ന ഒരു എക്സാം അല്ല VFA എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പഠനം നമുക്ക് എന്താണ്, ആവശ്യമാണ്. പക്ഷെ ഒരു പഠനം നടക്കുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നത് VFA മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ പോകേണ്ട കാര്യമുണ്ടോ, ഇല്ല. ഓഫ് കോഴ്സ് നമ്മൾ VFA ഫോക്കസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന 2 എക്സാമ്പിൾ കൂടി അല്ലെ, നമുക്ക് ഒറ്റ പഠനത്തിലൂടെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന 3 അടിപൊളി പോസ്റ്റുകളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. മറ്റൊന്നുമല്ല VFA, ബെവ്കോ LD ആൻഡ് കമ്പനി ബോർഡ് LGS. ഒരൊറ്റ പഠനത്തിലൂടെ നിങ്ങൾ ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ വൈഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്രത്തോളം വേക്കൻസി ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലെ. ഇത്രയും ഒരു വൈഡ് റേഞ്ച് ഓഫ് വേക്കൻസീസ് ഒറ്റ പഠനത്തിലൂടെ ലക്ഷ്യം വെക്കുക അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നെക്സ്റ്റ് ഒരു 2-3 വർഷത്തേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ, ഇല്ല. സോ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഒരിക്കലും നിങ്ങൾ പേടിച്ചോ അല്ലെങ്കിൽ നടക്കില്ല എന്ന് പറഞ്ഞാൽ മാറിയിരിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ ഇപ്പോൾ സ്ട്രക്ചർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വൈഡ് റേഞ്ച് ഓഫ് വേക്കൻസീസ് ആണ് ഈ 3 പോസ്റ്റുകളിലായിട്ട് അല്ലെ. ഒന്നിൽ കിട്ടിയില്ലെങ്കിൽ അടുത്തത് നമ്മുടെ തൊട്ടടുത്ത ഓപ്ഷൻ ആയിട്ട് നമുക്ക് അവിടെ വെയിറ്റിംഗ് ആണ്. സോ എങ്ങനെ ഇത് ക്രാക്ക് ചെയ്യാം, ഞാൻ പറഞ്ഞതുപോലെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാമെന്നാണോ, അല്ല. നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരും. പക്ഷെ എഫേർട്ട് എടുക്കാനുള്ള ടൈം നമുക്കുണ്ടോ, ഉണ്ട്. നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ വരാൻ പോകുന്ന ഈ 3 എക്സാമുകളും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് അല്ലെ. സോ നിങ്ങൾക്ക് എന്ത് വേണം, ഓരോ ദിവസവും കൃത്യമായിട്ട് എന്ത് പഠിക്കണം എന്നുള്ള ധാരണ ഉണ്ടായിരിക്കും. ഒരു ദിവസം പോലും നമുക്ക് ഇനി എന്തില്ല, വെറുതെ കളയാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ വിത്ത് എ ഡെയിലി സ്റ്റഡി പ്ലാൻ അല്ലെ, ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി ഓരോ ദിവസവും എന്തെല്ലാം പഠിക്കണം, എത്രത്തോളം പഠിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. സോ അങ്ങനത്തെ ഒരു ഐഡിയ നിങ്ങൾക്ക് നിലവിലില്ല. എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്, ചില ദിവസം കൂടുതൽ പഠിക്കുന്നുണ്ട്, ചില ദിവസം കുറച്ച് പഠിക്കുന്നുണ്ട്, ചില ദിവസം പഠിക്കുന്നേ ഇല്ല. അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പഠനത്തിലേക്ക് നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ നിങ്ങൾ ഈ ഒരു എക്സാമിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ASB അക്കാഡമി ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇത് ഡെയിലി സ്റ്റഡി പ്ലാൻ
ഓരോ ദിവസവും എന്ത് പഠിക്കണം, എന്തൊക്കെ ടോപ്പിക്സ് പഠിക്കണം, ആ പഠിക്കാൻ വേണ്ട ക്ലാസ്സസും അതിന്റെ കൃത്യമായിട്ടുള്ള PDF നോട്ട്സും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അതത് ടോപ്പിക്സ് നിങ്ങൾ അന്ന് തന്നെ കവർ ചെയ്ത് പോയാൽ മാത്രം മതി. നമുക്ക് എക്സാമിന്റെ സിലബസ് നമുക്ക് കവർ ചെയ്യാം. ആൻഡ് ഫൈനൽ റൗണ്ടിൽ നമുക്ക് റിവിഷന് ആവശ്യത്തിനുള്ള ടൈം നമുക്ക് കിട്ടുകയും ചെയ്യും. സോ ഒരു ടെൻഷനും വേണ്ട. ആൻഡ് സെക്ഷൻസ് നേരത്തെ പറയാറുള്ളത് തന്നെ ലൈവ് ആൻഡ് റെക്കോർഡഡ് സെക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ല ജോലി ചെയ്യുന്നവരാണെങ്കിലും മറ്റ് എന്ത് ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിലും ടൈം നിങ്ങൾക്കൊരു പ്രശ്നമാകത്തില്ല. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം എൻഷുർ ചെയ്യാനും നിങ്ങളുടെ കൺസേൺസ് ഒക്കെ നോക്കാനും വേണ്ടിയിട്ട് മെന്റർഷിപ്പ് സപ്പോർട്ടും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ ടെൻഷൻസ് ഒന്നും വേണ്ട. ദെൻ നമ്മൾ ഏറ്റവും കുഴയ്ക്കുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ന്യൂ SCERT, അതുപോലെ തന്നെ കറന്റ് അഫയേഴ്സ്. ന്യൂ SCERT നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് തന്നെയായിരിക്കും. അതുകൊണ്ട് അത് നിങ്ങൾ ഇനി ഒരു ടെൻഷനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. SCERTലെ പ്രധാനപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് ഉണ്ടാവും. അതുപോലെ തന്നെ കറന്റ് അഫയേഴ്സ് നിങ്ങൾക്ക് ഡെയിലി, വീക്ക്ലി, മന്ത്ലി സെക്ഷൻസ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഡെയിലി സെക്ഷൻസ് വരുമ്പോൾ ഉറപ്പായിട്ടും അന്നന്ന് കിട്ടേണ്ട പോയിന്റ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് കറന്റ് അഫയേഴ്സിന്റെ ഫാക്ട്സ് നിങ്ങൾക്ക് കിട്ടും. വീക്ക്ലി, മന്ത്ലി ക്ലാസ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു മന്ത്ലിയും വീക്കിലെയും കറന്റ് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് റെഗുലർ ബേസിസിൽ നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടും. സോ ലാസ്റ്റ് റൗണ്ട് ആകുമ്പോഴത്തേക്ക് കറന്റ് അഫയേഴ്സിന് വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ഒരു പഠനം പോലും ആവശ്യമായിട്ട് വരത്തില്ല. ലാസ്റ്റ് റൗണ്ടിൽ ഒരു ഫൈനൽ റൗണ്ട് അപ്പ് നമ്മൾ കറന്റ് അഫയേഴ്സിന്റെ കേസിലൊക്കെ ചെയ്താൽ മാത്രം മതി. സോ അങ്ങനെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എക്സാമിന്റെ എല്ലാ പോയിന്റ്സും അല്ലെങ്കിൽ എല്ലാ പ്രൊവിഷൻസും കവർ ചെയ്ത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാച്ചാണ് നമ്മുടെ VFA ഈ 3 കോഴ്സുകൾക്ക് വേണ്ടിയുള്ള ASB അക്കാഡമിയുടെ ഒരു 3-in-1 ബാച്ച് എന്ന് പറയുന്നത്. സോ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെയുള്ള പഠനത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല, എങ്ങനെ പഠിക്കണം എന്നുള്ള ഐഡിയ കിട്ടിയിട്ടില്ല, ഇങ്ങനത്തെ എന്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ എൻഡ് ആവുന്ന ടൈമിൽ തന്നെ സ്ക്രോളിൽ നിങ്ങൾക്ക് നമ്പർ കാണാനായിട്ട് സാധിക്കും. അതിലേക്ക് വിളിച്ച് നിങ്ങളുടെ എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും പറയാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും. സെറ്റ് അല്ലേ? സോ ഇനി ടൈം കളയാനില്ല. എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയുള്ള യാത്ര നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ താല്പര്യമുള്ളവരെല്ലാവരും കോൺടാക്ട് ചെയ്യുക. വീഡിയോ നമ്മുടെ കണ്ടിട്ടുള്ള ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും അല്ലെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ്സും എല്ലാം ചാനൽ ത്രൂ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതൊരിക്കലും മിസ്സാക്കാതിരിക്കും. ഓക്കെ, ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ സീ യു ഓൾ ദി ബെസ്റ്റ്.